അതെ, ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നമ്മളെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ ഒക്കെ ലിങ്കുകൾ അയച്ചു തരാറുണ്ടല്ലേ. അപ്പൊ അതിലോ വല്ല മാൽവെയർസ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ virustotal.com എന്നുള്ള ഈ ഒരു സൈറ്റിൽ പോവുക. എന്നിട്ട് ഏത് ആപ്പാണോ ആ ഒരു ആപ്പിന്റെ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം 650 MB വരെ നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സൈറ്റ് തന്നെ സ്കാൻ ചെയ്ത് സേഫ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാണിച്ചു തരും. ഇനി ഇതുപോലെ അറിയാത്ത ലിങ്കുകളാണ് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം ഇവിടെ URL എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്കാൻ എന്നുള്ളത് കൊടുക്കുക. ഇതിലും കണ്ടല്ലോ ഒരുപാട് സംഭവങ്ങൾ സ്കാൻ ചെയ്തിട്ടാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിലും മാൽവെയർസോ സേഫ് അല്ലാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. നേരെ അങ്ങോട്ട് പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ആപ്പ് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ സംഭവം ഒന്ന് ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇതിൽ സേഫ് ആണെന്ന് കാണിച്ചാലും അത് 100% സേഫ് ആവണമെന്നില്ല, എങ്കിലും ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. കാരണം ചെന്ന് പെടുന്നതിന് മുന്നേ ഒരു സൂചനയെങ്കിലും കിട്ടുന്നത് നല്ലതല്ലേ. അടുത്തത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം എന്ന ഒരു ടെക്സ്റ്റും കോപ്പി ചെയ്യാൻ പറ്റില്ല അല്ലേ. ലൈക്ക്, ഫോൺ നമ്പർ, ലിങ്കുകൾ, ക്യാപ്ഷൻസ്, അങ്ങനെ പലതും ഉണ്ടാവാം. എന്നാലേ ഒരു സിമ്പിൾ വഴി ഉണ്ട് പറഞ്ഞുതരാം. ഇതിനായിട്ടൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റയിൽ എന്താണോ നിങ്ങൾക്ക് കോപ്പി ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ യൂണിവേഴ്സൽ കോപ്പി എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്പർ, ലിങ്ക്, അറ്ററേറ്റ് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഫിൽട്ടർ ചെയ്ത് കിട്ടും. അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ കോപ്പി ചെയ്യാം. ഇനിയിപ്പോൾ ലിങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷെയർ ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റിലേക്ക് പോവാം. അങ്ങനെ എന്ത് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ചെയ്യാം. സാധാരണ എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ അയച്ച് അവിടുന്ന് അപ്പൊ ഇനി ഇങ്ങനെ ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പേയ്മെന്റ് ആ QR കോഡ് കാണിച്ചേക്ക്, അതിൽ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇതേപോലെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് UPI പേയ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം നിങ്ങൾ UPI വഴി എത്ര ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? പോട്ടെ, UPI പേയ്മെന്റ് എപ്പോഴെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? യെസ്, UPI ഇസ് അമേസിങ്. കാരണം നമുക്ക് ക്യാഷ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പല സമയങ്ങളിലും ചില്ലറ എമൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ UPI ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖകരമായിട്ട് നടക്കും. പക്ഷേ ഈ UPIക്കും പല കുറവുകളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ UPI ഉപയോഗിച്ച് അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എവിടേക്കാണ് എന്തൊക്കെയാണ് ചെലവഴിച്ചത് എന്നുള്ളത് പെട്ടെന്ന് മറന്നു പോകും. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിലോ ചറപ്പറ 10, 20 കണ്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ടാവും. അതും വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത ആളുകളും ഉണ്ടാവും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ UPI പേയ്മെന്റ് ചെയ്യാനുള്ള ബെറ്റർ ഓപ്ഷൻ ആണ് മൊബിക്വിക്കിന്റെ പോക്കറ്റ് UPI. ഈ പോക്കറ്റ് UPIയിൽ ബാങ്ക് അക്കൗണ്ട് ഒന്നും ലിങ്ക് ചെയ്യാതെ തന്നെ UPIന്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. നമ്മൾ ചെയ്യേണ്ട ഇത്രേ വരുന്നുള്ളൂ. മൊബിക്വിക്കിന്റെ വാലറ്റിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് എല്ലാ UPI ട്രാൻസാക്ഷൻസും പോക്കറ്റ് UPI വഴി ആക്കുക. പിന്നെ ഇതിൽ QR കോഡും മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ വർക്ക് ആകും. അത് മാത്രമല്ല എക്സ്പെൻസ് ഒക്കെ ഇതിലെ വാലറ്റിലൂടെ ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റ് ഇവിടെ കാണാം. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. നല്ല നീറ്റ് ആയിരിക്കും. വാലറ്റിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ സ്റ്റേറ്റ്മെന്റിൽ കാണുള്ളൂ. നിങ്ങൾക്ക് പല വേരിയസ് മോഡിലൂടെ ഇതിലേക്ക് മണി ആഡ് ചെയ്യാം. ഇപ്പൊ ലൈക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് എക്സെട്ര. പിന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് പോക്കറ്റ് UPI സൂപ്പർ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല നമ്മൾ ഈ കൺട്രോൾ ഇല്ലാതെ ഈ പേയ്മെന്റ് ചെയ്യുന്ന സംഭവം ഇതിലേക്ക് നമ്മളൊരു നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എമൗണ്ട് ഈ വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ 500 രൂപ കഴിഞ്ഞിട്ടുണ്ട്, 1000 രൂപ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കൺട്രോൾ കിട്ടും. അപ്പോൾ ഈ പോക്കറ്റ് UPI ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈലിലേക്ക് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. യെസ്, ഇതത്ര ചിരിച്ച് പറയേണ്ട ഒരു കാര്യമല്ല. നിങ്ങളുടെ മെയിൽ ID, മൊബൈൽ നമ്പർ എന്തിന് പാസ്വേഡ് വരെ ഓൺലൈനിൽ ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കണ്ടുണ്ടി നമ്മളതും ചിലപ്പോൾ ലീക്ക് ആയിട്ടുണ്ടാവും. കാരണം എവിടൊക്കെയാ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അതറിയാനൊരു വഴിയുണ്ട്, കാണിച്ചു തരാം. ഇതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് one.google.com എന്നുള്ള സെർച്ച് ചെയ്യുക. അതിനുശേഷം ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് ലോഡായി വ്യൂ റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണോ ലീക്ക് ആയിട്ടുള്ളത് അതെല്ലാം ഇവിടെ കാണിക്കും. നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, ഫോൺ നമ്പർ, അങ്ങനെ എല്ലാം കാണിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ കാണിക്കുന്നതിൽ മെയിൽ ID, നെയിം ഇതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ
പാസ്വേഡ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹിന്റ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നമ്മൾ ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഇപ്പം തന്നെ പോയിട്ട് ചേഞ്ച് ചെയ്യുക. ഇനി ആ ഒരു പാസ്വേഡ് ജീവിതത്തിൽ ഉപയോഗിക്കരുത്, വേറെ ഏതെങ്കിലും പാസ്വേഡ് ഉപയോഗിക്കുക. യെസ്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അടുത്ത തവണ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ ട്രൈ ചെയ്യാനുള്ള ഇപ്പം തന്നെ നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.